ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നോമ്പൊക്കെ ആവാറായില്ല, അപ്പോൾ നോമ്പിനൊക്കെ ഇടയ്ക്കിടെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ്. ഒന്നിക്ക് ചിക്കൻ റിബൺ റോൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് റിംഗ് സമൂസ എന്ന് പറയാം. ഏതാണ്ട് സമൂസയുടെ ആ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷേ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലൊക്കെ ഒരു ഭംഗി കൂടുതൽ കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതേ ഒരു പാനിലേക്ക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പകരം വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 200-250 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി മാത്രം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചിട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ മിക്സിയിൽ ക്രഷ് ചെയ്തൊന്നും എടുക്കണ്ട കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഓൾറെഡി നമ്മുടെ വെന്ത ചിക്കൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തന്നെ ഫില്ലിങ് റെഡിയാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, നോർമൽ ഫ്രൈ ചെയ്യാതെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുക്കട്ടെ. എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ ഫ്രൈ ചെയ്യാനൊക്കെ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ ചിക്കൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 മീഡിയം വലുപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലിട്ടിട്ടുണ്ട്. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടിടാം. അപ്പോൾ ഇപ്പോൾ ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് സവാള നന്നായിട്ട് വാടി വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അങ്ങനെ ഓവർ ഭയങ്കരമായിട്ട് സോഫ്റ്റായി വെള്ളം വരുന്ന പോലത്തെ വാട്ടി എടുക്കുമല്ലോ, അങ്ങനെ എടുക്കണ്ട കേട്ടോ. ഇടയ്ക്കൊരു കടിക്കാൻ കിട്ടുന്ന പോലെ ആവണം, എങ്കിലേ ഒരു ഫില്ലിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയതിന് ശേഷം എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി 1 ടീസ്പൂൺ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ മുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ, അതുകൊണ്ട് തന്നെ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഫ്ലെയിം കുറച്ച് വെക്കണേ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 2-3 പിഞ്ച് മഞ്ഞൾ കേട്ടോ, ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂണിൻ്റെയും പകുതിയായിട്ട് മാത്രം മതി, കാരണം മൊത്തത്തിലൊരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ ഒരു പൊടികളോ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പൗഡേഴ്സൊക്കെ ചേർക്കാം, പക്ഷേ വേണ്ട, ഇത് തന്നെ ഭയങ്കര ടേസ്റ്റ്, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ലേ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വേറെ സ്പെഷ്യൽ പൗഡേഴ്സൊന്നും ഇതിലേക്ക് വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ ഇതിപ്പോൾ കറക്റ്റാണ് ഇട്ടത്, അതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഇടുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ആക്കി, ഇപ്പോൾ കണ്ടില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെ ആയില്ലേ ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ രണ്ടും കൂടിയാണ് പൊടിയായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമൽ ഇറച്ചിപ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ഒരു ഫില്ലിങ് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള ചെറിയൊരു മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യട്ടെ, പക്ഷെ മൈദയാകുമ്പോൾ ഇതുപോലത്തെ സ്നാക്കിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണേ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അങ്ങനെ ഏതെങ്കിലും എടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പച്ചവെള്ളം തന്നെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ലൊരു മാവാക്കി മാറ്റിയെടുക്കുക. നല്ല സോഫ്റ്റ് മാവ്. വെള്ളം ഒരുപാട് കൂടി പോട്ടെ കേട്ടോ. കുറേ ഒഴിച്ചിട്ട് കുറച്ചായിട്ട് മാത്രം ഒഴിക്കുക. കാരണം മൈദയാകുമ്പോൾ തന്നെ പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴക്കുക. ഞാനിനി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കി തന്നെ എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കണ്ടില്ലേ, ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇത്രയും ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇത് നമ്മുടെ മാവിൽ നിന്ന് ഒരു പൂരിയുടെ വലുപ്പത്തിലുള്ള ചെറിയ ബോൾസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഓവർ കട്ടി വേണ്ടേ, അത്യാവശ്യം നേരിയതായിട്ട് തന്നെ പരത്താൻ നോക്കാം. അപ്പോൾ ഇതിനെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ചൊരു നീളത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. എന്നിട്ടിത് ആ 4 സൈഡും ഇതുപോലൊരു കട്ടറോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 4 ഭാഗം ഒരുപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കട്ടാക്കിയതിന് ശേഷം ഇവിടെ ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇല്ലേ, അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ മുകളിലോട്ട് കയറി പോകാനും പാടില്ല, എന്നാൽ താഴോട്ട് അധികമായിട്ട് വരാനും പാടില്ല. ഈ ഒരു രീതിക്ക് ഞാൻ വെക്കുന്ന അതേ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക. നമുക്ക് എങ്കിലും അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ടീസ്പൂണായിട്ട് വെച്ച് കൊടുക്കുക. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യം ഒരു സൈഡ് കൊണ്ട് ഫില്ലിങ്ങിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വിരൽ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് മൊത്തത്തിൽ ഫില്ലിങ് പുറമേ ആകും. എന്നിട്ട് ഈ ഒരു സൈഡ് കുറച്ച് നീളത്തിലായിട്ട് ഷീറ്റ് കിടപ്പില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നീളത്തിൽ വരയിട്ട് കൊടുക്കുക. നീളത്തിൽ കട്ട് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റ് അറ്റം വരുന്നില്ലേ, ആ ഒരു ഭാഗത്തേക്ക് മൊത്തത്തിലായിട്ട് അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാനും പാടില്ല. അപ്പോൾ ആ ഒരു 1/2 സെൻറ്റിമീറ്റർ സൈസിൽ താഴെ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം നീളത്തിൽ ഇതുപോലെ വര ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും കുറച്ച് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡ് മാത്രം നമ്മൾ ഫില്ലിങ് വെച്ചില്ലേ, ആ ഒരു ഭാഗത്ത് മാത്രം എല്ലാ സൈഡിലായിട്ട്. അതെന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കവർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചവെള്ളം മതി, മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇനി ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, ആ ഒരു റിങ് പോലെ ആയിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റും. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ എല്ലാ സൈഡും ഒന്നങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. പ്രസ് ചെയ്ത് തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ തൂത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിട്ടല്ലേ കാണുന്നില്ല, ആ ഒരു റോളിൻ്റെ ഒരു ഇതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ എണ്ണയിൽ ഇടുമ്പം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, റിംഗ് സമൂസ എന്നും പറയാം, അല്ലെങ്കിൽ റിബൺ റോൾ, ചിക്കൻ റിബൺ റോൾ എന്നും പറയാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ. എന്നിട്ട് ലാസ്റ്റ് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ലെവലായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുന്ന ഷേപ്പിൽ ഒന്നിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ഒരു റോള് പോലെ തന്നെ ആയി വരും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് ഇട്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കൊള്ളൂ അതിനനുസരിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നോർമൽ നമ്മൾ ഇറച്ചിപ്പത്തിരിയും എല്ലാം ഫ്രൈ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കളർ മാറി വരുമ്പോൾ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഇറച്ചിപ്പത്തിരിയുടെയൊക്കെ കളർ തന്നെ ആക്കിയെടുത്താൽ മതി, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരുപാട് അങ്ങനെ വേവാനൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് റെഡിയാവും. നേരെ ഷീറ്റായിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റും. ഇപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ.
അങ്ങനെ നമ്മുടെ ചിക്കൻ റിങ്സ് മൂസ അല്ലെങ്കിൽ ചിക്കൻ റിബൺ റോൾ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, വലിയ പുതുമയുള്ള എന്താ പറയുക ഫില്ലിങ്ങും കാര്യങ്ങളും ഒന്നുമല്ല, സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തിരിയുടെയൊക്കെ ഫില്ലിങ്ങിന്. പക്ഷെ എന്നാലും ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പുതുമ തോന്നിക്കുമല്ലോ. നമ്മുടെ ഗസ്റ്റ് വന്നാലാണെങ്കിലും നോമ്പിനൊക്കെ നമുക്ക് എപ്പോഴും ഒരേ ടൈപ്പ് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ചേഞ്ച് അത്രമാത്രം. എന്തായാലും ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചിട്ട് ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. തണുത്താലും ഒരു പ്രശ്നമില്ല, പക്ഷേ ചൂടോടെ നല്ല ക്രിസ്പായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവാറായില്ല, അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് എന്തായാലും സ്നാക്സ് ഉണ്ടാക്കും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്